രാത്രി വൈകുന്നവരെ ആളെ ഇരുത്തലാണോ? അദ്ദേഹത്തെ രാത്രി വൈകിയല്ലേ വിട്ടത്? ചില കേസിൽ രാത്രി മുഴുവൻ ഇരുത്തിയെന്നാണ് കേൾക്കുന്നത്. ചില വാർത്തകൾ അങ്ങനെ കാണുന്നുണ്ട്. പിറ്റേ ദിവസം വിടുന്നു. ഏതെങ്കിലും നിയമവ്യവസ്ഥ അതിന് അധികാരം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതല്ലേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ സ്വാഭാവികമായും നമ്മുടെ രാജ്യം അംഗീകരിക്കില്ല എന്നാണ് നാം കാണേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത്, എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് കസ്റ്റഡി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പോൾ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബോധ്യായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണ് വെക്കിയത് അവിടെ തന്നെയായിരുന്നു അവരും വെക്കിയത്. അന്ന് നിങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം വിജിലൻസ് അല്ല CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിൻ്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ അറിയാം. ആ അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്.